നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവർ, ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഒരു പക്ഷേ പലർക്കും ഹൃദയത്തിൽ ഇടർച്ച തോന്നാൻ സാധ്യതയുള്ള ഒരു വിഷയമാകയാൽ ഒത്തിരി പ്രാവശ്യം കർത്താവിൻ്റെ മെസ്സേജ് ചോദിച്ച് എല്ലാ മെസ്സേജുകളും ദൈവം അത് ചെയ്യണം, നിർബന്ധമായും അത് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വിഷയം മാത്രം ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു മേഖല എന്നെടുത്ത് സംസാരിക്കേണ്ടി വരുന്നത്. അതാകട്ടെ ആശയപരമായ ചില തെറ്റുകൾ ഒരുപാട് പേരെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുകയും വീഴ്ത്തുകയും ചെയ്യുന്നു എന്ന സത്യം കഴിഞ്ഞ കുറേ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാം കമൻറ്റ് ബോക്സിലൂടെയും പല രീതിയിലും മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ കൂടെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 10 വർഷം മുൻപ് എന്നെ വചനത്തിലേക്ക് ക്രിസ്തുവിനെ കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ബ്രദർ ഷിയേൽ, അദ്ദേഹത്തിന് ഞാനൊരു വീഡിയോ കൊണ്ട് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പം ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ട് ഞാൻ ബ്രദറിനോട് പറഞ്ഞത് ഇതാണ്: ബ്രദറെ, കത്തോലിക്ക സഭയിൽ ബ്രദർ സംസാരിക്കുന്നത് പോലെ മുഖം നോട്ടമില്ലാതെ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പുരോഹിതൻ എഴുന്നേറ്റിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വൻ പ്രവൃത്തിയാണ്. അവസാന കാലത്ത് കർത്താവ് ചെയ്യുന്ന വലിയ കാര്യമാണ്. നല്ല രീതിയിൽ വചനം പറയുന്നു, ഒരുപാട് വിശ്വാസികൾ ക്രിസ്തുവിലേക്ക് അടുക്കുന്നു എന്ന് വലിയൊരു സന്തോഷം ഞാൻ എൻ്റെ ആത്മീയ ബ്രദറിനോട് ഞാനത് പങ്കുവെക്കുകയുണ്ടായി. ഞാനിത് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ബ്രദറിന് വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഒരു ചെറിയ ചിരിയോടുകൂടെ, ഒരു പുഞ്ചിരിയോടുകൂടെ ബ്രദർ അടുത്ത വിഷയത്തിലേക്ക് പോയി. അപ്പം ഞാൻ ബ്രദറിനോട് ചോദിച്ചു, അല്ല ബ്രദർ, എന്തുകൊണ്ടാണ് ബ്രദർ അതിനെ കാര്യമായ ഒരു പരിഗണന കൊടുക്കാതിരുന്നത്? കാരണം എനിക്കത് വലിയ സന്തോഷമുണ്ടാക്കി. ഞാൻ വിചാരിച്ചു ബ്രദറിനും അത് സന്തോഷമുണ്ടാക്കും എന്ന് കരുതി. ബ്രദർ പറഞ്ഞു, മോനെ, കഴിഞ്ഞ 10-28 വർഷമായിട്ട് ഞാൻ ശുശ്രൂഷയിൽ നടക്കുന്നു. ഒത്തിരി പുരോഹിതരുടെ കൂടെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിച്ചു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം ഇത് മാറ്റി പറയുന്ന ഒരു ദിനം ഏറെ വൈകിയല്ല. ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ നാളെ തിരിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് പ്രിയപ്പെട്ട ബ്രദർ പറയുകയുണ്ടായി. സത്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ അന്നുണ്ടായ ചിന്ത ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുക, എനിക്ക് ദേഷ്യമുണ്ടായത്. കാരണം എനിക്ക് പെട്ടെന്ന് ഒരു ഇടർച്ചയുണ്ടായി. എന്താ ഈ ബ്രദർ ഇങ്ങനെ പറയുന്നത്? ഒരു പക്ഷേ ഒരു വ്യക്തി സുവിശേഷത്തിൽ വളർന്നു വരുന്നത് കണ്ടിട്ട് ബ്രദറിന് അസൂയായിരിക്കും. അതുകൊണ്ടായിരിക്കും ബ്രദർ അത് ചിരിച്ചു തള്ളിയത്. എങ്ങനെ ഇത്തരം കൃത്യമായി ദൈവവചനം എടുത്തു വെച്ച് വചനം വെച്ച് ശരിയല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് നാളെ അല്ല അത് ശരിയാണെന്ന് പറയാൻ സാധിക്കും? എന്നെ സംബന്ധിച്ച് അതൊരിക്കലും സാധിക്കാത്തൊരു വിഷയമായിട്ട് എനിക്ക് ചിന്തിച്ചത്. പക്ഷേ ഞാൻ ബ്രദറിന് മുൻപിൽ കീഴ്പ്പെടുകയാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായത്. കാരണം ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം ഇതേ പുരോഹിതൻ തന്നെ പറഞ്ഞ വിഷയം തിരിച്ച് അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ഞാനിത് പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെ ചില പഠിപ്പീരുകൾ, പ്രത്യേകിച്ച് കേരള സഭയിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും വിശുദ്ധ ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞ ചില ക്ലാസ്സുകൾ, ചില വീഡിയോകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിച്ചിരുന്നു. ഞാനവിടെ ചിന്തിച്ചിരുന്നൊരു കാര്യം, ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ കാര്യസമേതം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പ്രിയപ്പെട്ട അച്ഛന് കൃത്യമായൊരു മറുപടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മറുപടി തരുമായിരിക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു. ഇനി അതല്ല, അദ്ദേഹത്തിന് മറുപടി ഇല്ലെങ്കിൽ ചിലപ്പോൾ സംസാരിക്കത്തില്ലായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അച്ഛൻ ചെയ്തൊരു പ്രവൃത്തി, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് തൃശ്ശൂരുള്ള എംബറർ കൂടാരം അങ്ങനെയുള്ളൊരു ടീം, നമുക്കറിയാം യേശു ക്രിസ്തു വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന ചില സഹോദരങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവർ ഒരു പരിധിവരെ സഭയിൽ നിന്നും പോയിരിക്കുന്നവരാണ്. അവരുടെ ചില വീഡിയോകൾ, ചില തെറ്റായ പഠിപ്പീരുകൾ ഞങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ തെളിച്ച് കാണിച്ചു തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, ഞങ്ങളുടെ ഒരു ചാനൽ വരെ പൂട്ടിക്കെട്ടിയുന്ന, അല്ലെങ്കിൽ അവരുടെ വീഡിയോനെ കോപ്പിറൈറ്റ് ചെയ്യുന്ന ഒരു തരത്തിൽ, അതായത് അവരുടെ വീഡിയോ എടുത്തു, അത് ഒരിക്കലും യൂട്യൂബ് അനുവദിക്കുന്നതല്ല, അങ്ങനെ പറഞ്ഞ് മാനുവലി അതിനെ കോപ്പിറൈറ്റ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. ഇന്നും സംഭവം മറ്റൊന്നുമല്ല, അത് തന്നെ സംഭവിച്ചു. അച്ഛൻ്റെ ചാനലിൽ നിന്നും നമ്മുടെ വീഡിയോ കോപ്പിറൈറ്റ് കൊടുത്ത് ആ വീഡിയോയെ റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. ഏകദേശം 27 മിനിറ്റുള്ള ഈ വീഡിയോയിൽ അച്ഛൻ്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്തിട്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ മറുപടി പറയുമ്പോൾ കേൾവിക്കാർക്ക്
ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാതെ തന്നെ കൃത്യമായി നമുക്കൊരു കാര്യം കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഒരു പരിധിവരെ എംപറർ എമ്മാനുവൽ ചെയ്യുന്നത് പോലെ തന്നെ അച്ഛനും എനിക്ക് തോന്നുന്നു ഇത്തരം തിരുത്തലുകളൊന്നും ആഗ്രഹിക്കുന്നില്ല. ആശയപരമായി നേരിടാൻ അച്ഛൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. എന്തായാലും അച്ഛനത് കോപ്പിറൈറ്റ് ചെയ്തതുപോലെ തന്നെ. എന്നാൽ അത് ഞാൻ പിന്നോട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞൊരു ആശയം എന്താണോ, അച്ഛനെ അല്ല, അച്ഛൻ്റെ പ്രവൃത്തികളൊന്നുമല്ല നമ്മൾ എതിർത്തത്, അച്ഛൻ പറഞ്ഞ ചില ആശയങ്ങളെയാണ് നമ്മൾ എതിർത്തത്. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. അച്ഛൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക, എന്നിട്ട് അച്ഛൻ ഇതാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മറുപടി പറയുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. എനിക്കിത് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത്. യഹൂദരും അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരും നിയമജ്ഞരും യേശുവിനോട് പറഞ്ഞു, നീ ബേത്സബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല യേശു അങ്ങനെ പറഞ്ഞ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും യൂട്യൂബ് ചാനൽ പൂട്ടിക്കെട്ടിയതായിട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ കോപ്പിറൈറ്റ് ചെയ്തതായിട്ടൊന്നും വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ല. യേശു അതിന് കൃത്യമായ മറുപടി കൊടുക്കുകയായിരുന്നു. അതായത് യേശുവിനെതിരെ പോലും ഇത്തരം ചില പരാതികളോ ആരോപണങ്ങളോ വന്നപ്പോൾ വളരെ സ്നേഹത്തോടെ നേരിട്ട ഒരു ചരിത്രമാണ് യേശുവിനുള്ളത്, അപ്പസ്തോലന്മാർക്കുള്ളത്. അപ്പസ്തോലനായ പൗലോസ് ആകട്ടെ, പത്രോസ് ആകട്ടെ, അവർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ വളരെ സ്നേഹത്തോടെ അതിന് മറുപടി കൊടുക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സിനഗോഗുകളിൽ അവരതിനെ തർക്കിക്കുന്നത്, ഇവർ ഒരു മനുഷ്യനെയാണ് ആരാധിക്കുന്നത് എന്ന് പൗലോസിനെ കുറിച്ചും പത്രോസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അപ്പസ്തോലൻ വളരെ വ്യക്തമായി, അപ്പസ്തോല പ്രവൃത്തി നമ്മൾ 2-ാം അധ്യായത്തിൽ കൃത്യമായത് കാണുന്നുണ്ട്. അവരാരെയാണ്, നിങ്ങൾ മദ്യം കഴിച്ചിരിക്കുകയാണ്, മദ്യത്തിന്റെ പുറത്താണ് നിങ്ങളിത് ചെയ്യുന്നത് എന്ന് പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞപ്പോൾ, അല്ല മദ്യമല്ല, ഇത് ജോയേൽ പ്രവാചകൻ പറഞ്ഞ പരിശുദ്ധാത്മാവാണ് എന്ന് കാണിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ ഒരു പത്രോസിന്റെ, ഒരു പൗലോസിന്റെ, അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾക്ക് ഇത്തരം ഗതികേട് വരുന്നത് തികച്ചും സങ്കടകരമാണ്. ഇങ്ങനെ കോപ്പിറൈറ്റ് ചെയ്ത് അത് പൂട്ടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നറിയുമ്പോൾ അത് തികച്ചും വേദനാജനകമാണ്. എന്തുമാകട്ടെ, അച്ഛനത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഞാൻ ഒരാത്മാവെങ്കിലും ക്രിസ്തുവിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അച്ഛൻ ഇങ്ങനെയാണ് ഒരു കാലത്ത് വിശുദ്ധ വേദപുസ്തകം അച്ഛൻ വായിച്ചപ്പോൾ, ബൈബിൾ വായിച്ച് ആത്മാവിൽ അച്ഛന് മനസ്സിലായി വിഗ്രഹങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഫിലിസ്തീനാണ് അത് ഉണ്ടാക്കിയത്. അവര് മാക്രിയുടെയും തവളയുടെയും ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി, രൂപങ്ങളൊക്കെ ഉണ്ടാക്കി. മക്കളെ, നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. കേരള സഭയിൽ ഇങ്ങനെ ചില പതിവുകളുണ്ട്, ഇതൊന്നും ഉണ്ടാക്കാൻ പോകണ്ട എന്ന് അച്ഛൻ പറയുന്ന ഒരു വീഡിയോ ആണ് ഞാനവിടെ ഷെയർ ചെയ്തത്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ ആരൊക്കെയോ നിർബന്ധിക്കുകയോ, ഇനി അച്ഛന് തന്നെ തോന്നിയതോ എന്തോ, എന്ത് പഠനമാണെന്ന് അച്ഛൻ പറയുന്നില്ല. അച്ഛൻ പറയുന്നു, ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടിട്ടില്ല, 100 വർഷമായ പെന്തക്കോസ്ത് സഭ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണ്ട. പക്ഷെ ഇത് പറയുമ്പോൾ അതേ അച്ഛൻ തന്നെ അതിൻ്റെ താഴോട്ടുള്ള വചനം കൂടി വായിക്കണം. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ അതിന് 1-ാം അധ്യായത്തിൽ ഞങ്ങൾ കണ്ടത് പ്രകാശത്തെയാണ്, ക്രിസ്തു പ്രകാശമാണ് എന്ന് വ്യക്തമായിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിലുണ്ട്. പക്ഷേ അത് അച്ഛൻ മറച്ചു വെക്കാനുണ്ടായത്. അപ്പം അച്ഛൻ തന്നെ സ്റ്റാൻഡ് മാറുന്ന ഒരു കാലഘട്ടം പെട്ടെന്നുണ്ടായി. അതാണ് ഞാൻ ആദ്യം അച്ഛൻ്റെ ഒരു വീഡിയോ എടുത്ത് ഉപയോഗിച്ചത്. അവിടെ അച്ഛൻ പറയുന്നുണ്ട്, കർത്താവ് ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ മതി മക്കളെ, കർത്താവ് ചെയ്യാത്തത്, ചെയ്യാൻ പറയാത്തത്, കാലാകാലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പൂർവികന്മാർ അറിവില്ലാത്തവർ ചെയ്തതിൻ്റെ പിന്നാലെ പോകണ്ട. ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്നിങ്ങനെ അച്ഛൻ ആത്മകഥം വയ്ക്കുന്നത് നമുക്കവിടെ ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതാണ് ഞാനവിടെ ചൂണ്ടിക്കാണിച്ച അച്ഛൻ്റെ ഒരു വീഡിയോ ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ അച്ഛൻ എന്ത് ചെയ്തു, അത് റിമൂവ് ചെയ്യാനുണ്ടായത്. സത്യത്തിൽ പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ആശയം പറഞ്ഞ അച്ഛൻ തന്നെ അത് മാറ്റി പറയുകയുണ്ട്. അതിന് ഇത്തരം വീഡിയോകൾ പണ്ട് തുടങ്ങി നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ അതിനെതിരെ ഒരു പ്രതികരണം പോലും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം അതൊരിക്കലും ഗുണം ചെയ്യത്തില്ല. പകരം ഒരു പരിധിവരെ എംപറർ എമ്മാനുവൽ പോലെയുള്ള കൾട്ട് പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ വളരാൻ സാധ്യതയുണ്ട്. അപ്പൊ അച്ഛൻ വചനം പറയട്ടെ, ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ ഈ സമൂഹത്തിന്റെ ഇടയിൽ, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ, വചനം ആഗ്രഹിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് അച്ഛനൊരു ക്യാൻസർ തന്നെ വിതയ്ക്കുകയാണ് ഉണ്ടായത്. ആ ക്യാൻസർ എങ്ങനെയായിരുന്നു? ഒന്ന്, രൂപങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ബൈബിൾ എന്നൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ആധികാരികതയേക്കാൾ കൂടുതൽ ഒരു പരിധിവരെ കേരള സഭ അംഗീകരിക്കുന്നത് ഇത്തരം പുരോഹിതരെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് വളരെ ശ്രേഷ്ഠമായി അംഗീകരിക്കുന്നവരാണ് നമ്മുടെ സമൂഹം. അപ്പോൾ അച്ഛൻ പറയുന്നത് അത് വേദവാക്യമായി എടുത്തുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെ അതുണ്ടാക്കരുത് എന്ന് കിടക്കുമ്പോഴും അതിനെ മുഖവിലക്കെടുത്ത് ഒരുപാട് യുവാക്കൾ വഴിതെറ്റി പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, അതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം എന്ന് വിചാരിച്ച് ആ വീഡിയോ നമ്മൾ ചെയ്യുകയുണ്ടായത്. സജിത്ത് കണ്ണൂര്, അതുപോലെ
ഷിബു പിടിയേക്കൽ, അങ്ങനെ 2 പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന 2 വ്യക്തികളുടെ കൂടെ ചേർന്നുകൊണ്ട് അച്ഛനും ആ പെന്തക്കോസ്തിന്റെ അനുകൂലമായ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില തെറ്റായ വശങ്ങൾ, ഒരു പരിധിവരെ സജിത്തിനെ ആകട്ടെ ഈ പറയുന്ന ഷിബു പിടിയേക്കലിനാകട്ടെ പെന്തക്കോസ്ത് പോലും അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് എതിർക്കുന്ന അവരുടെ ചില ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് 4-ാം നൂറ്റാണ്ടിലാണ് ബൈബിൾ വന്നത്, ബൈബിളിന് ആധികാരികതയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വീഡിയോകൾ അച്ഛൻ ഇവരുടെ അടുത്ത് തന്നെ പോയിരുന്ന്, ഈ സജിത്തിന്റെ ചർച്ചിൽ പോയിരുന്ന് പ്രസംഗിച്ച ഒരു വീഡിയോ ആണ് പിന്നീട് ഞാൻ ഷെയർ ചെയ്തത്. അതാണ് മറ്റൊരു കോപ്പിറൈറ്റിന്റെ മറ്റൊരു കാരണം. അപ്പൊ ആ വീഡിയോയിൽ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: യേശു വന്നപ്പോ ഒരു പുസ്തകം കൊണ്ട് വന്നില്ല, യേശു അപ്പസ്തോലന്മാർക്ക് ഒരു പുസ്തകവും കൊടുത്തില്ല, ഈ പുസ്തകം അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് യേശു പറഞ്ഞിട്ടില്ല. 4-ാം നൂറ്റാണ്ടിൽ സഭ കുത്തിക്കെട്ടിയ ഒരു പുസ്തകം മാത്രമാണ് ബൈബിൾ. ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് 4-ാം നൂറ്റാണ്ടിലെ ബൈബിൾ ഉള്ളൂ എന്ന തരത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ അങ്ങനെയല്ല, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ബൈബിൾ ഉണ്ട്. അച്ഛൻ്റെ ഈ ആശയം അച്ഛൻ ഒരുപാട് പേരെ 4-ാം നൂറ്റാണ്ടിലെ ഇത്തരം ഒരു ബൈബിൾ നമുക്ക് വായിക്കാൻ കൊള്ളാവുന്ന ഒരു വിശുദ്ധ വേദപുസ്തകം ഉള്ളൂ എന്ന തരത്തിൽ അച്ഛൻ്റെ പ്രബോധനങ്ങൾ കടന്നുപോയപ്പോൾ അതിനെയാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിച്ചത്. ആ വീഡിയോ ആണ് നമ്മൾ ഇവിടെ വെച്ചത്. പക്ഷേ ആ വീഡിയോയും അച്ഛൻ എന്ത് ചെയ്തു, റിമൂവ് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനുള്ള പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങുന്ന സത്യവേദ പുസ്തകമാണെങ്കിൽ 39 പുസ്തകങ്ങളും, ഇനിയല്ല POC ബൈബിളാണ് നമ്മൾ ആധികാരികമായി എടുക്കുന്നെങ്കിൽ 46 പുസ്തകങ്ങളും പഴയ നിയമത്തിലുള്ളതാണ്. അത് യഹൂദൻ എഴുതി തയ്യാറാക്കി എഴുതപ്പെട്ട പുസ്തകമുള്ള സമയത്താണ് ഈ പറയുന്ന പുതിയ നിയമസഭ സ്ഥാപിക്കുന്നത്. അപ്പോൾ തന്നെ സഭയാണ് ആദ്യം ഉണ്ടായത്, ബൈബിളല്ല, വചനമല്ല, യേശു ഒരു പുസ്തകം കൊണ്ട് താഴോട്ട് വന്നിട്ടില്ല എന്നൊക്കെ അച്ഛൻ ചില വീഡിയോകളിൽ പറയുമ്പോൾ, ഈ വീഡിയോ പറഞ്ഞ സ്ഥലവും പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളും അവരുടെ ഉദ്ദേശങ്ങളും അവരുടെ പിന്നീടുള്ള പ്രവൃത്തികളും ഇതെല്ലാം പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ പുറകിൽ കിടക്കുന്ന അപകടം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അച്ഛനോട് പറഞ്ഞു വെക്കുന്ന ഇത്രയാണ്: ബൈബിളല്ല ആദ്യം ഉണ്ടായത്, സഭയാണ് ആദ്യം ഉണ്ടായത്. സഭ തുന്നിക്കെട്ടിയ ഒരു പുസ്തകം മാത്രമാണ് ഈ ബൈബിൾ. അതാകട്ടെ 4-ാം നൂറ്റാണ്ടിൽ സഭ തുന്നിക്കെട്ടിയ ഒരു പുസ്തകം മാത്രമാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ലൈവ് വീഡിയോകളിലൂടെ സുവിശേഷം എന്ന വ്യാജേന പ്രസംഗിക്കുന്ന ഒരു ഷിബു പിടിയേക്കൽ എന്ന് പറയുന്ന ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ കിടപിടിക്കുന്ന ഒരു വ്യക്തിയും, അതുപോലെ തന്നെ ഗ്രേസ് മിനിസ്ട്രി എന്ന് പറയുന്ന പണ്ട് പെന്തക്കോസ്തലൊക്കെ ആയിരുന്നു, തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു സജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ നടത്തിയ ഒരു പ്രോഗ്രാമിലാണ് അച്ഛൻ്റെ ഈ പ്രധാനപ്പെട്ട പ്രസംഗം കടന്നു വരുന്നത്. അതായത് അച്ഛൻ ഈ സ്റ്റേജിൽ പങ്കെടുത്തപ്പോൾ ഈ സ്റ്റേജിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒന്ന് സജിത്ത്, മറ്റൊന്ന് ഷിബു പിടിയേക്കൽ. ഈ ഷിബു പിടിയേക്കലിൻ്റെ മറ്റു പഠനങ്ങൾ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിയത്തില്ല. ശ്രദ്ധിക്കണമെന്ന് ഞാൻ അച്ഛനോട് റെസ്പെക്റ്റോടുകൂടെ ഞാൻ അപേക്ഷിക്കുക. അതുപോലെ തന്നെ സജിത്തിൻ്റെ പ്രവർത്തികളും അച്ഛനൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടെ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വയ്ക്കുക. അതായത് വർഷങ്ങളായിട്ട് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ഒരു സംരംഭം. അതുകൊണ്ട് അകമഴിഞ്ഞ സപ്പോർട്ട് ഞാൻ തരുന്നു. തൊട്ടപ്പുറത്ത് ഷിബു പിടിയേക്കൽ അച്ഛൻ്റെ തൊട്ട് ചേർന്ന കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെക്കുറിച്ചും കൂടെ നമ്മൾ പരിശോധിക്കുകയുണ്ടാവും. അച്ഛനൊരു ചിരിയോടുകൂടി പറയുന്നൊരു കാര്യമുണ്ട്: പിതാവ് പോകാതിരിക്കുന്നത് ഞാൻ ഇനി തെറ്റ് പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി എന്ന് അച്ഛനിങ്ങനെ പറയുക. എനിക്ക് തോന്നുന്നു പണ്ട് ഒരാശയം പറഞ്ഞ് ബൈബിൾ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തിന് കിട്ടിയ ആശയം തിരിച്ചു പറയേണ്ടി വന്നത് ഇത്തരം ആളുകളുടെ പ്രേരണയാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഓഡിയോ കേട്ടപ്പോൾ എനിക്കൊരു സംശയം മാത്രം. എനിവേ അതെന്തുമാകട്ടെ, യേശു ക്രിസ്തു ഒരു പുസ്തകവുമായി ഭൂമിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വിഷയം. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വ്യക്തമായിട്ട് സഭയുടെ പഠനങ്ങളും വിശുദ്ധ വേദപുസ്തകങ്ങളും എല്ലാം വെച്ച് നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ പ്രകാരം അപ്പസ്തോലന്മാരാണ് വിശുദ്ധ വേദപുസ്തകം എഴുതിയത്. പഴയ നിയമമാകട്ടെ പ്രവാചകന്മാർ ദൈവാത്മ നിവേശിതമായി എഴുതുകയും പുതിയ നിയമ സുവിശേഷങ്ങളും മറ്റ് ലേഖനങ്ങളുമാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഈ സുവിശേഷങ്ങളും ലേഖനങ്ങളും എഴുതിയെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ യേശു ഒരു പുസ്തകം തന്നിട്ടില്ല, പക്ഷേ പരിശുദ്ധാത്മാവാണ് അതിന് പ്രേരിപ്പിച്ചതെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിക്കും പറയാൻ സാധിക്കും യേശു ആ പുസ്തകം തന്നിട്ട് തന്നെയാണ് പോയത്. ക്രിസ്ത്യാനി ആദിമസഭയിൽ 1-ാം നൂറ്റാണ്ടിൽ നീ വിശ്വസിക്കേണ്ടതിന്
നീ മുന്നോട്ട് പോകേണ്ടതിന് നിനക്ക് ആധാരമായി ലോകത്തിന് ഒരു വിശുദ്ധ വേദപുസ്തകം നൽകി അതിൻ്റെ വിശുദ്ധിയെ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ട് തന്നെയാണ് ദൈവം ഈ സഭയെ മുന്നോട്ട് നയിച്ചത്, ഈ വിശ്വാസ സമൂഹത്തെ മുന്നോട്ട് നയിച്ചത് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വിശ്വാസിക്കും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അച്ഛൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് 4-ാം നൂറ്റാണ്ടിലാണ് കുത്തിക്കെട്ടിയ ഒരു പുസ്തകം നമുക്കുള്ളൂ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ശക്തിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ക്യാൻസർ ഉണ്ട്. കാരണം ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്രദമാകുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില യുവാക്കളുമായി നടന്ന ഡിസ്കഷനിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ അറബി നാടുകളിൽ വന്ന ചില മതത്തിൻ്റെ പിന്നാലെ പോകുന്ന ചില യുവാക്കളുമായി വന്ന ഡിസ്കഷനിൽ അവർ പറഞ്ഞ ചില ആശയങ്ങൾ എങ്ങനെയായിരുന്നു? യേശു പറഞ്ഞതല്ലാതെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ആധികാരികമായി എടുക്കാൻ സാധിക്കത്തില്ല. പൗലോസ് പറഞ്ഞ ലേഖനങ്ങൾ അതിന് 4-ാം നൂറ്റാണ്ടിലുള്ള സാധ്യതയുള്ളൂ. 4-ാം നൂറ്റാണ്ടിൽ കുത്തിക്കെട്ടിയ ഒരു പുസ്തകം, അതിന് യേശുവിനും 400 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു പുസ്തകം മാത്രമേ ആയിട്ടേ ഞങ്ങൾ അതിനെ പരിഗണിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് യേശുവിൻ്റെ വചനമായിട്ടോ യേശുവിൻ്റെ പഠിപ്പിക്കലായിട്ടോ ഞങ്ങൾക്കതിനെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്ന് ഈ സഹോദരങ്ങൾ പറയുണ്ടായി. ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചത്? ആരാ പ്രവർത്തിക്കുന്നത്? നിങ്ങളത് പരിശോധിച്ച് നോക്കണം. ആരാണ് 4-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിക്ക് ഒരു വേദപുസ്തകം ഉള്ളൂ എന്ന് പറയാൻ തക്കവണ്ണം ഒരു ക്യാൻസർ ഈ വിശ്വാസിയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. അച്ഛൻ വീണ്ടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊന്ന് പോകാം. 4-ാം നൂറ്റാണ്ടിൽ ഇത് ആധികാരികമായി വന്നിട്ടുള്ളൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അച്ഛൻ പറയുകയാണ്, അപ്പസ്തോലന്മാരാകട്ടെ അവരുടെ കയ്യിലും യേശു ഒരു പുസ്തകം ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അച്ഛനോട് പറയാതെ പറയുകയാണ്, അപ്പോൾ പരിശുദ്ധാത്മാവ് നിവേശിതമല്ലേ ഈ പുസ്തകങ്ങൾ എഴുതിയത് എന്ന ചോദ്യത്തിന് പരിശുദ്ധാത്മാവാണ് അപ്പസ്തോലന്മാരെ ഇത് ഭരമേൽപ്പിച്ചതെങ്കിൽ യേശു ക്രിസ്തു അതിൻ്റെ കൂടെ ഇല്ലേ? ട്രിനിറ്റിയിൽ ഈ കാര്യങ്ങൾ വേർപെട്ടാണോ നിൽക്കുന്നത് എന്ന കാര്യത്തിന് ഞാനല്ല ഉത്തരം തരേണ്ടത്, അച്ഛൻ തന്നെ ലോക സമൂഹത്തോട്, മലയാളി സമൂഹത്തോട് ഉത്തരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ പിന്നീട് തന്നെ കൃത്യമായ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് 4-ാം നൂറ്റാണ്ടിൽ ഇത് കുത്തിക്കെട്ടിയ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. 100 കണക്കിന് വേറെ പുസ്തകങ്ങൾ കടന്നു വന്നു. ഇതിനു മുമ്പ് അച്ഛൻ പാരമ്പര്യത്തിനെ മുറുകെ പിടിക്കുന്നുണ്ട്, പാരമ്പര്യം കൂടി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പാരമ്പര്യം വഴിതെറ്റിച്ചു എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ആ പഴയ വീഡിയോ പോയിട്ട് ഒന്ന് പരിശോധിച്ചാൽ വ്യക്തമാണ്. പാരമ്പര്യം, അതായത് വായ്മൊഴിയായ പാരമ്പര്യം കടന്നു വന്നപ്പോൾ അവിടെ നോയിസ്റ്റിക് പ്രസ്ഥാനങ്ങളും പലവിധ തെറ്റിദ്ധാരണകളും യേശുക്രിസ്തുവിനെ കുറിച്ച് സത്യവും തെറ്റായതുമായ അനേക കാര്യങ്ങൾ അവിടെ വാമൊഴിയായി പ്രചരിക്കപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലേഖനങ്ങൾ എഴുതേണ്ട ആവശ്യം വന്നു. അങ്ങനെ ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ അവർ പോലും, അതായത് ഈ നോയിസ്റ്റിക് പോലുള്ള തെറ്റായ പഠിപ്പിക്കുന്ന ആളുകൾ കൂടെ ഇത്തരം പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ 100 കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ വന്നപ്പോൾ ഏത് തള്ളണം ഏത് കൊള്ളണമെന്ന് ഒരു പ്രശ്നം വന്നപ്പോഴാണ് സഭ എന്ത് ചെയ്തത്? ഇത് കുത്തിക്കെട്ടിയത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, എപ്പോഴാണ് ബൈബിൾ ഉണ്ടായത്? 1-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിവേശിതമായി വിശുദ്ധ വേദപുസ്തകം ഉണ്ടായത് എപ്പോഴാണ്? 1-ാം നൂറ്റാണ്ടിൽ. പക്ഷെ അത് ക്രോഡീകരിച്ചത് മാത്രമാണ് ഈ പറയുന്ന 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിൽ AD 365 ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അച്ഛൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതായത് ആ പ്രതിസന്ധി എന്താണെന്നും ഞാൻ പറഞ്ഞ ആ വീഡിയോയെ ആധികാരികമായി തെളിയിച്ചുകൊണ്ട് തന്നെ അച്ഛൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് AD 367 അത്തനേഷ്യസിൻ്റെ ഒരു ലെറ്ററിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന 27 ന്യൂ ടെസ്റ്റ്മെന്റ് പുസ്തകങ്ങളാണ് ആധികാരികം. ഇത് അത്തനേഷ്യസ് മാത്രമല്ല, നമ്മൾ പഴയ ഇതിലേക്ക് പരിശോധിച്ചാൽ പലരും ഇതിനെക്കുറിച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ ആധികാരികമായി മിക്ക വിശുദ്ധരും അംഗീകരിച്ചിരുന്ന പുസ്തകം ഈ 27 പുസ്തകങ്ങളായിരുന്നു. പക്ഷെ മറ്റു പുസ്തകങ്ങൾ ഇതിനിടയിൽ കയറാനും ഇറങ്ങാനൊക്കെ തുടങ്ങിയപ്പോൾ അവിടെയാണ് സഭയ്ക്ക് ഒരു ആവശ്യം വരുന്നത്. അതായത് ഇന്ന് കാണുന്ന തരത്തിൽ പാരമ്പര്യം എന്ന പേരിൽ സഭയുടെ അകത്തേക്ക് പല തിന്മകളും കയറി കൂടുന്ന ഒരവസ്ഥ AD 365 ഉണ്ടായപ്പോൾ അത്തനേഷ്യസ് ഒരു ലെറ്റർ എഴുതി. ആ ലെറ്റർ ഇങ്ങനെയായിരുന്നു: ഈ പറയുന്ന 27 പുസ്തകങ്ങൾ മാത്രമേ പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അത് മാത്രമാണ് അപ്പസ്തോലന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചത്. മറ്റെല്ലാം വ്യാജമാണ്, അത് കൊള്ളേണ്ട കാര്യമില്ല, തള്ളിക്കളയാം എന്ന ഒരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ലെറ്ററിൽ ഉണ്ടായെന്ന് അച്ഛൻ തന്നെ വ്യക്തമാക്കുന്നു.
അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, പുതിയ നിയമ പുസ്തകം 27 എന്നുള്ളത് ആദ്യം അഭിപ്രായം പറഞ്ഞത് അത്തനേഷ്യസ് അല്ല. പല അഭിപ്രായങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ അത്തനേഷ്യസിന്റെ ഒരു രേഖ കയ്യിലുള്ളത് കൊണ്ട് AD 365 അത് വെച്ച് സഭ അത് ആധികാരികമാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയാം. അതായത് മാതാവ് സ്വർഗാരോപിതയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് സഭ എന്നാ പഠിപ്പിച്ചു തുടങ്ങിയത്? ഇത് സഭ പഠിപ്പിച്ചത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഒത്തിരി നൂറ്റാണ്ടുകൾ താഴോട്ട് വന്നിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അപ്പോൾ ഈ കാലഘട്ടത്തിന് മുൻപ് മാതാവ് സ്വർഗാരോപിത ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സഭ അത് ആധികാരികമായി പ്രഖ്യാപിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ഈ 19 നൂറ്റാണ്ടിലും സഭയുടെ വിശ്വാസം മാതാവ് സ്വർഗത്തിലുണ്ട് എന്ന് തന്നെയാണ് സഭയുടെ വിശ്വാസം. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പതിയൊന്ന് തിരിച്ചു പറയുക. 1-ാം നൂറ്റാണ്ടിൽ ബൈബിൾ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. 4-ാം നൂറ്റാണ്ടിൽ സഭ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ബൈബിൾ കുത്തിക്കെട്ടി ഉണ്ടായത്. രണ്ട് തലത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധിച്ചു. അതായത് മാതാവിന്റെ കാര്യം വന്നപ്പോൾ ആദിമസഭയുടെ അപ്പസ്തോലന്മാർ വരെ തുടങ്ങി ഇത് തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ ബൈബിളിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പ്ലേറ്റ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുന്ന ഏത് വ്യക്തിക്കും അറിയാം, 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പസ്തോലന്മാരുടെ കാലം മുതൽ വ്യക്തമായി ഈ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ മറ്റ് ലേഖനങ്ങൾ, മറ്റ് സുവിശേഷങ്ങൾ അത് പാഷണ്ഡതയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ സഭ ചെയ്യുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, മറ്റത് തള്ളുകയും 27 പുസ്തകത്തെ കൊള്ളുകയും ചെയ്യുന്നു എന്ന് കരുതി 4-ാം നൂറ്റാണ്ടിലല്ല ഈ 27 പുസ്തകം ഉണ്ടായത്. ഈ 27 പുസ്തകവും അപ്പസ്തോലന്മാരിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് ആധികാരികം. ആ വിശുദ്ധ വേദപുസ്തകം വെച്ചും തന്നെ സഭ മുന്നോട്ട് പോകണം, ഒരു മാറ്റവുമില്ല എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. കാരണം പഴയ നിയമ 46 പുസ്തകങ്ങളും ഈ സഭ രൂപീകരിക്കപ്പെടുന്ന പെന്തക്കോസ്ത നാളിന് മുൻപേ ഉണ്ട്. പുതിയ നിയമ 27 പുസ്തകങ്ങളാകട്ടെ യേശു ഈ പെന്തക്കോസ്ത നാളിൽ പഠിപ്പിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ പെന്തക്കോസ്ത നാളിൽ വരുന്നതിന് മുൻപ് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അപ്പസ്തോലന്മാർ പറയുകയും അത് എഴുതപ്പെടുകയും ചെയ്ത ദൈവിക രഹസ്യങ്ങളാകയാൽ ഇതെല്ലാം സഭ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെയുണ്ട്. സഭ ഈ ബൈബിൾ പ്രകാരം തന്നെ മുന്നോട്ട് പോകണം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വ്യക്തമായി ഒരു വാക്യം കാണിക്കാൻ ഉണ്ടായിരിക്കണം. അതിന് എതിരായി മാറരുത്. ഇനി നമുക്കൊരു കാര്യം പറയാം, യേശു ഇത് പറയുമ്പോൾ ചിലർ തെറ്റിദ്ധരിച്ച് വിമർശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി പറഞ്ഞു പോവാം. യേശു ക്രിസ്തുവിന്റെ മുഴുവൻ കാര്യങ്ങൾ സുവിശേഷത്തിലുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് വചനം പറയുന്നത്. യേശുവിൻ്റെ ഈ പറയുന്ന 3 വർഷക്കാലം 365 × 3 3.5 വർഷക്കാലം വെച്ച് നോക്കിയാൽ ഇല്ല, എല്ലാ ദിവസത്തെയും പ്രവർത്തികളില്ല. പക്ഷെ രക്ഷയ്ക്ക് വേണ്ട സകല കാര്യങ്ങളുമുണ്ട്. ഇവിടെ നമ്മൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിന് വിപരീതമായി സഭയ്ക്കൊരു പാരമ്പര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിശുദ്ധമല്ല, അത് മാറ്റിക്കളയണം, തള്ളിക്കളയണം. CCCയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാരമ്പര്യം തെറ്റാണെന്ന് മനസ്സിലായാൽ അത് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വ്യക്തമായി CCC നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. CCC അതിന്റെ ഖണ്ഡിക 83 അതിന്റെ അവസാനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ മഹത് പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ സഭയുടെ പ്രബോധന അധികാരത്തിന്റെ മാർഗദർശനങ്ങൾ അനുസരിച്ച് ഈ പാരമ്പര്യങ്ങളെ നിലനിർത്തുവാനും പരിഷ്കരിക്കുവാനും വേണ്ടി വന്നാൽ ഉപേക്ഷിക്കാൻ പോലും സാധ്യമാണ്. അതായത് ഇത് ആധികാരികമല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കാൻ സാധ്യമാണ് എന്നാണ് CCC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വയ്ക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, വിശുദ്ധ വേദപുസ്തകം അല്ലാതെ വിശുദ്ധ വേദപുസ്തകത്തിന് വിപരീതമായി എതിരഭിപ്രായമായി ഒരു പാരമ്പര്യവുമില്ല. വിശുദ്ധ വേദപുസ്തകം അപ്പസ്തോലന്മാരിലൂടെ വന്നതാണ്. ഇത് ദൈവം ആദ്യമേ ചെയ്തിട്ടുണ്ട്. പഴയ നിയമ 46 പുസ്തകങ്ങളാകട്ടെ സഭയ്ക്ക് മുൻപേ ഉണ്ട്. പുതിയ നിയമ 27 പുസ്തകങ്ങളാകട്ടെ ദൈവത്തിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ നിവേശിതമായിരുന്ന കാര്യങ്ങളാണ് പിന്നീട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ എഴുതപ്പെട്ടത് എന്ന് ഇതിനാൽ തന്നെ വ്യക്തമാണ്. അപ്പൊ അച്ഛൻ പറയണം, സഭയാണോ ആദ്യമുണ്ടായത്, വിശുദ്ധ വേദപുസ്തകമാണോ ആദ്യമുണ്ടായത്? 4-ാം നൂറ്റാണ്ടിൽ കുത്തിക്കെട്ടിയ ഒരു പുസ്തകം മാത്രമാണോ ഇത്? അങ്ങനെ 4-ാം നൂറ്റാണ്ടിൽ കുത്തിക്കെട്ടിയ ഒരു പുസ്തകം മാത്രമാണെങ്കിൽ സഭ ആണ് മുൻസ്ഥാനം, ബൈബിളിന് 2-ാം സ്ഥാനം ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, വാക്കുകൊണ്ട് അങ്ങനെ പറയുന്നില്ല, വാക്കുകൊണ്ട് രണ്ടും തുല്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ രീതിയിൽ വിശ്വാസികളിലേക്ക് നമ്മളൊരു ചിന്ത ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു ക്യാൻസറായി തന്നെ ഇന്ന് വിശ്വാസികളുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില അഭിപ്രായങ്ങൾ മറ്റു വ്യക്തികളിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല, ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആധികാരികമായ രേഖകൾ വെച്ച് പല വീഡിയോ ഇട്ടപ്പോഴും മിക്ക ആളുകളുടെയും കമന്റ് ഇത്തരത്തിലായിരുന്നു: സഭയാണ് പ്രാധാന്യം, ബൈബിൾ അല്ല, ബൈബിൾ പോലെയല്ല ഞങ്ങൾ പോകുന്നത്, ബൈബിളിൽ നിന്നൊരു വാക്യം ഞങ്ങൾക്ക് വേണം നിർബന്ധമില്ല, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ പോകും, നീ പോടാ പുല്ലേ എന്ന രീതിയിൽ പല കമന്റുകളും ഞാൻ വായിച്ചു. പ്രിയമുള്ളവർ, ഇവിടെ എന്ത് സംഭവിച്ചു? വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നും ബൈബിളിന് 2ാം സ്ഥാനമാക്കി 1ാം സ്ഥാനം ഈ പാരമ്പര്യത്തിന് കൊണ്ടുവന്നു വെച്ചു. തൊട്ട് മുമ്പ് അച്ഛൻ്റെ ഓഡിയോയിലൂടെ നമുക്ക് വെളിപ്പെട്ടു, അല്ലെ ആ വീഡിയോയിലൂടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, 393 ഹിപ്പോയിലും 419 കാർത്തേജിലും കൂടിയ 2 കൗൺസിലുകൾ, ഇത് ഈ 27 പുസ്തകമാണ് ആധികാരികമെന്ന് പ്രഖ്യാപിച്ചു. സഭയുടെ എല്ലാ കൗൺസിലിൻ്റെയും തീരുമാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതുവരെ ഇല്ലാതിരിക്കുന്ന ഒരു പുതിയ കാര്യം ഈ കൗൺസിൽ കൊണ്ടുവരികയല്ല, ഇതാണ് എന്ന് പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് സഭയുടെ ആധികാരികമായ ഈ ഒരു ഉത്തരവാദിത്തം വച്ചുകൊണ്ട് സഭ പ്രഖ്യാപിക്കുന്നു ഇത് ആധികാരികമാണ് എന്ന് കരുതി. അന്ന് വരെ ഈ പുസ്തകങ്ങൾ ഇല്ല എന്നല്ല, ഈ പുസ്തകം 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പസ്തോലന്മാരിലൂടെ എഴുതപ്പെട്ടതാണ് എന്ന് തന്നെയാണ് സഭ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുകയും ചെയ്യുന്നത്, പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു തെറ്റിദ്ധാരണ നമ്മൾ കൊണ്ടുവന്നു വെച്ചു. 4-ാം നൂറ്റാണ്ടിലാണ് വായിക്കാൻ കൊള്ളാവുന്ന ഒരു ബൈബിൾ ഉണ്ടായത് എന്ന ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുവാൻ അച്ഛന് സാധിച്ചു. അത് ഈ ജനത്തിൻ്റെ ഇടയിൽ ഒരു ക്യാൻസറായി, അല്ലെങ്കിൽ ബൈബിളിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത തലത്തിൽ ചില പ്രവൃത്തികൾ വരാൻ കാരണമായി. ഇത് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാനൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു, ആന്റണി തെറാത്തിന്റെ, ഫാദർ ആന്റണി തെറാത്തിന്റെ ഒരു പുസ്തകം. അതിൽ സഭ ഔദ്യോഗികമായി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നവീകരണ പ്രസ്ഥാനത്തിന്റെ സമയത്ത് പല കാര്യങ്ങളും നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ സാധിച്ചില്ല, അങ്ങനെ ഒരു അബദ്ധം സഭയ്ക്ക് പറ്റി എന്നുള്ളത് സഭ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഈ പറയുന്ന ആന്റണി തെറാത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു. ഇത് തന്നെ ഇവിടെയും സംഭവിച്ചു. അതായത് ഈ 4-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നം ഇതാണ്: 4-ാം നൂറ്റാണ്ടിലാണ് ബൈബിൾ ഉണ്ടായത്, അതിനു മുമ്പ് ബൈബിളേ ഇല്ല എന്ന ഒരു ചിന്ത വിശ്വാസികളുടെ ഇടയിൽ വരാനായിട്ട് അച്ഛൻ്റെ ഈ പ്രസംഗം കാരണമായി. ഈ പ്രസംഗം കാരണമായെന്ന് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതോ ഷിബു പിടിയേക്കൽ എന്നൊരു പ്രവർത്തകൻ, സജിത്ത് എന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തകൻ, അവരുടെ പഠനങ്ങളാകട്ടെ വലിയ തിന്മയിലേക്ക് പിന്നീട് സമൂഹത്തെ നയിക്കുന്ന തലത്തിൽ പിന്നീടുള്ള പല പ്രവൃത്തികളും ഞങ്ങൾ കണ്ടു. അതുകൊണ്ടാണ് അച്ഛനോട് ഈ കാര്യത്തിൽ തിരുത്തണമെന്നൊരു ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഒരു കാലത്ത് കൃപാസനം ഉടമ്പടിക്ക് എതിരായി പറഞ്ഞ അച്ഛൻ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കൃപാസനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന് പെട്ടെന്നൊരു സ്വപ്നം ഉണ്ടാകുന്നു. മാതാവ്, അതും കൃപാസന മാതാവ് എന്ന് പറയുന്ന ആ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അച്ഛൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ഡാനിയൽ അച്ഛൻ ആ സ്വപ്നം കണ്ടതോടുകൂടി തന്നെ ഓടി വരുന്നു, ജോസഫ് അച്ഛനെ കാണുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ നല്ല കാര്യമായിരിക്കാം ഒരു പക്ഷേ എന്തിനാണ് അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്? ഇനി അത് വീഡിയോ ഷൂട്ട് ചെയ്തു, അത് പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൃത്യമായൊരു ബിസിനസ്, അതായത് കൃപാസനത്തിനെതിരെ ചില കൃപാസനത്തിന്റെ തിന്മകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതാ അച്ഛൻ ഓടി വരുന്നു, അച്ഛൻ ജോസഫ് അച്ഛനെ കാണുന്നു, രണ്ടുപേരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നു. പിറ്റേ ദിവസം തന്നെ അങ്ങനത്തെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആകുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമല്ലേ? എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്കും കാണുന്നവർക്കും, നമ്മളൊക്കെ മലയാളികൾ ചോറ് തിന്നുന്നവരായതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലത്ത് രാജഭരണം കേരളത്തിലുണ്ടായിരുന്നപ്പോൾ രാജാവിൻ്റെ വാക്കുകൾക്ക് എതിരെ പറയാൻ ആർക്കും അനുവാദമില്ല. അവൻ്റെ വായ് മൂടിക്കെട്ടുന്ന, അല്ലെങ്കിൽ അവനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അൽമായർ എന്ന് വിളിക്കുന്ന, പുരോഹിതൻ എന്ന് വിളിക്കുന്ന 2 കാറ്റഗറി, ഒന്ന് രാജാവും മറ്റൊന്ന് അടിമകളും എന്ന തരത്തിൽ അവർ പറയുന്നത് കേട്ടുകൊള്ളണം, ആ തിരുവായ്ക്ക് എതിർവാ പാടില്ല എന്ന രീതിയിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നികൃഷ്ടി കൽപ്പിക്കുകയും പുറത്താക്കുകയും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ചില മേഖലകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സംഭവിക്കാനിരിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും ഈ ഒരു ഉദ്യമത്തിൽ നിന്നും ഞാൻ പുറകോട്ടില്ല. കാരണം ഈ ഉദ്യമത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: അച്ഛനെ കരിവാരി തേക്കുക എന്നുള്ളതല്ല, അച്ഛനെ മോശക്കാരനാക്കുക എന്നുള്ളതല്ല. തെറ്റായ പഠനം യേശുക്രിസ്തുവിനെതിരെ, വിശുദ്ധ വേദപുസ്തകത്തിനെതിരെ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ ഈ അന്തിമകാലത്ത് ആര് തന്നെ പറഞ്ഞാലും അത് സമൂഹത്തിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിക്കേണ്ടത്
ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പസ്തോലന്മാർ ഇത് ചെയ്തിട്ടുണ്ട്. പത്രോസും പൗലോസും ഇത് തന്നെയാണ് ചെയ്തത്. ആ അപ്പസ്തോലന്മാരുടെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും പുറത്താക്കുകയല്ല, ഇനി കൊല്ലപ്പെടുത്തുകയാണെങ്കിൽ അതിലും സന്തോഷം. ഒരു കാലത്ത് എംപററിനെതിരെ സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമല്ല. എൻ്റെ കാറിനെ ഫോളോ ചെയ്യുകയും എനിക്കെതിരെ ചില ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്തത് അത് തികച്ചും യാദൃശ്ചികമായി ഞാൻ കാണുന്നില്ല. എന്തായാലും ഇത് തന്നെ വന്നാലും, ഇനി ഈ ഒരു ചാനൽ പൂട്ടിക്കെട്ടേണ്ടി വന്നാലും, ഒരുപക്ഷെ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും കോപ്പിറൈറ്റ് ചെയ്ത് ഈ ചാനൽ തന്നെ ഇല്ലാതാക്കിയാലും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യരെ നോക്കിയിട്ടല്ല, അധികാരികളെ നോക്കിയിട്ടല്ല, സ്നേഹത്തോടെ എല്ലാ അധികാരികളെയും നമ്മൾ സ്നേഹം കൊണ്ട് തന്നെ കാണുന്നു, അവരുടെ നല്ല പ്രവൃത്തികളെ സ്നേഹിക്കുന്നു. എന്നാൽ അവരുടെ തെറ്റായ പ്രവൃത്തികളെ സമൂഹത്തിൻ്റെ മുൻപിൽ തുറന്നു കാണിക്കാൻ ഞാൻ പ്രതിബദ്ധനാണ്. അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.